ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. അതായത് ഒരു സബ്സെറ്റ് W ഓഫ് എ വെക്ടർ സ്പേസ് ഈസ് എ സബ് സ്പേസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്പാൻ W ഈസ് ഈക്വൽ ടു W. അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചിട്ട് സ്വന്തം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി സ്വന്തം ശ്രമിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഉത്തരം നോക്കാവുള്ളൂ. ഒരു സിമ്പിൾ ഉത്തരമാണിത്. ഓക്കെ, ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം W ഒരു സബ് സ്പേസ് ആണെങ്കിൽ സ്പാൻ W ഈക്വൽ ടു W എന്ന് കാണിക്കാം. സപ്പോസ് W ഇസ് എ സബ് സ്പേസ്. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കണം? സ്പാൻ W ഈക്വൽ ടു W എന്ന് കാണിക്കണം. ഇനി W ഒരു സബ് സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം W ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. അത് നമുക്കറിയാവുന്നതാണ്. ഇനി W ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് അണ്ടർ അഡീഷനും ഒക്കെ ആയതുകൊണ്ട് തന്നെ Wൻ്റെ അകത്ത് നിന്ന് ഫൈനൈറ്റ് വെക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലീനിയർ കോമ്പിനേഷൻ Wൻ്റെ പുറത്തു പോകുമോ? ഇല്ല. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ അഡീഷനൊക്കെ ആണ്. അപ്പം W ക്ലോസ്ഡ് അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയതുകൊണ്ട് തന്നെ Wൻ്റെ അകത്ത് നിന്ന് ഫൈനൈറ്റ് വെക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ലീനിയർ കോമ്പിനേഷനൊക്കെ W തന്നെ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കൂ. സ്പാൻ W സബ്സെറ്റ് W എന്ന് എഴുതിക്കൂടെ? എഴുതാം. കാരണം എന്താ? സ്പാൻ Wയിൽ ആരാ വരിക? Wൻ്റെ അകത്തുള്ള വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള എല്ലാ ഫൈനൽ ലീനിയർ കോമ്പിനേഷൻസും ആണ് സ്പാൻ Wയിൽ വരിക. അങ്ങനത്തെ എല്ലാ ഫൈനൽ ലീനിയർ കോമ്പിനേഷൻസും W തന്നെ ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ സ്പാൻ W സബ്സെറ്റ് W. നമുക്ക് ആക്ച്വലി കാണിക്കേണ്ടത് സ്പാൻ W ഈക്വൽ ടു W എന്നല്ലേ. അപ്പോൾ ഇനി തിരിച്ചും കൂടി ഇൻക്ലൂഷൻ കാണിക്കണം. W സബ്സെറ്റ് ഓഫ് സ്പാൻ W എന്നും കൂടി കാണിക്കണം. അത് ഈസി അല്ലേ? ഞാൻ ഇവിടുത്തെ ഒരു വെക്ടർ എടുക്കട്ടെ. അത് എന്നിട്ട് ഇവിടെ ഉണ്ട് കാണിച്ചാൽ പോരെ. സോ ലെറ്റ് U ബിലോങ്സ് ടു W. ഞാൻ ഇവിടുത്തെ ഒരു U എടുത്തു. ആ U സ്പാൻ W ഉണ്ടെന്ന് ഞാൻ കാണിക്കണം. ഈ U സ്പാൻ W ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ സ്പാൻ Wയിൽ ആരാ വരിക? Wയിലെ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ വരിക. അപ്പം ഈ Uനെ Wയിലെ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് അവതരിപ്പിക്കാൻ പറ്റണം. അത് ഈസി അല്ലേ? Uവിന് എനിക്ക് ഇങ്ങനെ ഇരിക്കൂടെ? U ഈക്വൽ ടു 1 U എഴുതാം അല്ലേ? ഈ U Wയിലെ വെക്ടർ തന്നെയല്ലേ. അപ്പം ഫൈനൽ ലീനിയർ കോമ്പിനേഷൻ അല്ലേ 1 U തന്നെ. അപ്പം U തന്നെ കഴിഞ്ഞാൽ ഫൈനൽ ലീനിയർ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ U എവിടെ വരും? സ്പാൻ Wയിൽ വരും. അപ്പോൾ ഞാൻ Wൻ്റെ അകത്ത് ഒരു വെക്ടർ എടുത്തപ്പം ആ വെക്ടർ സ്പാൻ Wയിലുണ്ട്. വിച്ച് ഇംപ്ലൈസ് W സബ്സെറ്റ് ഓഫ് സ്പാൻ W. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് പറയാം? ഹെൻസ് സ്പാൻ W ഈക്വൽ ടു W എന്ന് പറഞ്ഞൂടെ? കിട്ടില്ലേ? അപ്പം W ഒരു സബ്സ്പേസ് ആണെങ്കിൽ സ്പാൻ W ഈക്വൽ ടു W എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കോൺവേഴ്സിന് എഴുതാനുണ്ടോ? കോൺവേഴ്സ് എന്താണ്? സ്പാൻ W ഈക്വൽ ടു W ആണെങ്കിൽ W സബ്സ്പേസ് ആണെന്ന് പറയണം. ഇവിടെ നമുക്കറിയാം എല്ലാ സബ്സെറ്റിൻ്റെയും സ്പാൻ ഒരു സബ്സ്പേസ് ആണെന്ന് നമുക്കറിയാം. അപ്പം സ്പാൻ W ഈ സംഭവം എന്തായാലും ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ സ്പാൻ W ഈക്വൽ ടു W ആകുമ്പം ഈ W അപ്പം എന്താ സബ്സ്പേസ് ആകും. കാരണം എന്താ? ഇത് സബ്സ്പേസ് ആണ്. സോ അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഈ റിസൾട്ട് ഒന്ന് ഓർത്തൊക്കെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ആസ്വദിച്ച് വിട്ടേക്കുക. അതായത് ഒരു സബ്സ്പേസിൻ്റെ സ്പാൻ എടുക്കുമ്പം അല്ലേ, അതല്ലേ W ഒരു സബ്സ്പേസ് ആണെങ്കിൽ അതിൻ്റെ സ്പാൻ അത് തന്നെയാണെന്നൊക്കെയാണ് പറഞ്ഞു. അപ്പം ഒരു സബ്സ്പേസിൻ്റെ സ്പാനാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ ആ സ്പാൻ്റെ അകത്ത് അഡീഷണലി വേറെ ആൾക്കാരൊന്നും വരാനില്ല. ആ സബ്സ്പേസിലെ എലമെൻറ്റ്സ് തന്നെ വരാനുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങ് വിട്ടേക്കുക. എനിവേ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ മുഴുവൻ എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. അപ്പോൾ തന്നെ അതിന് ഉത്തരവും വരും. അപ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ 2 സബ്സെറ്റുകൾ എടുക്കുക, S1ഉം S2ഉം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S1 S2ൻ്റെ സബ്സെറ്റുമാണ്. ക്ലിയർ ആണല്ലോ? പോസ് ചെയ്ത് ഇത് വായിച്ച് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഈ സ്പാൻ S2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കറിയാം. സ്പാനിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയില്ലേ? സ്പാൻ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2ലെ ഫൈനൈറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും അല്ലേ, സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ S2. അതല്ലേ സ്പാൻ S2? അത് നമുക്കറിയാവുന്നതാണ്. ഇനി S1ലെ എല്ലാ വെക്ടേഴ്സും S2ലില്ലേ? അപ്പോൾ S2ലെ ഫൈനൈറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് മൊത്തം എടുക്കുമ്പം ആ കളക്ഷൻ്റെ അകത്ത് S1ലെ ഫൈനൈറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് വരൂലേ? വരും. കാരണം S1ലെ എല്ലാ വെക്ടേഴ്സും S2ലുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിൻ്റെ അകത്ത് സ്പാൻ S1 ഉണ്ട് എന്ന് എഴുതിക്കൂടെ അല്ലേ? സ്പാൻ S1 എന്ന് പറഞ്ഞാൽ എന്താ? S1ലെ ഫൈനൈറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള ലീനിയർ കോമ്പിനേഷൻസ് അത് സ്പാൻ S2ൽ ഉണ്ടാവും. കാരണം എന്താ? S1ലെ എല്ലാ വെക്ടേഴ്സും S2ലുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ഇനി ഉത്തരം പറയണ്ടല്ലോ, നമ്മൾ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ S1 S2ൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ സ്പാൻ S1 സബ്സെറ്റ് സ്പാൻ S2. ഓക്കെ. ഇനി ഇവിടെ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ഇവിടെ ഈ
S1 നമ്മുടെ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു വിചാരിക്കുക. അതായത് സ്പാൻ S1 = V എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്പാൻ S2 എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. സ്പാൻ S1 = V ആണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടി? V സബ്സെറ്റ് ഓഫ് സ്പാൻ S2 എന്ന് കിട്ടിയില്ലേ അല്ലേ? ഇനി സ്പാൻ S2 എന്തായാലും വീൻ്റെ സബ്സെറ്റ് അല്ലേ? കാരണം എന്താ, സ്പാൻ S2 പറഞ്ഞാൽ പിന്നെ S2 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസാണ്. അതൊക്കെ ലീനിയർ കോമ്പിനേഷൻ വെക്ടർ സ്പേസിൻ്റെ പുറത്തുമില്ലല്ലോ, വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം സ്പാൻ S2 സബ്സെറ്റ് ഓഫ് V. അപ്പോൾ സ്പാൻ S1 എന്താണ് V ആണെന്ന് തരുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി, ഹിയർ വി ക്യാൻ സേ സ്പാൻ S2 = V വരും, വിച്ച് ഇംപ്ലൈസ് അപ്പം ഒരു സബ്സെറ്റ് നമ്മളെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റും വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുമെന്ന് ഇവിടുന്ന് കിട്ടില്ലേ. അതാണ് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം. ഒരു സബ്സെറ്റ് S1 നമ്മളെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റായ S2 എന്തെയും നമ്മളെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യും. അപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ പ്രോബ്ലം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക, ഞാൻ ഇവിടെ ഉത്തരം എഴുതാം. അതായത് S1 S2 എന്ന് പറഞ്ഞാൽ രണ്ട് സബ്സെറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. S1 ഇൻ്റർസെക്ഷൻ S2ൻ്റെ സ്പാൻ ഈസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ S1 ഇൻ്റർസെക്ഷൻ സ്പാൻ S2. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഞാൻ ഇവിടെ ഉത്തരം എഴുതാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്താണ്. S1 S2ൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ സ്പാൻ S1 സബ്സെറ്റ് സ്പാൻ S2. ഇനി ഇവിടെ നമ്മുടെ S1 ഇൻ്റർസെക്ഷൻ S2 S1ൻ്റെ സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും, സ്പാൻ ഓഫ് S1 ഇൻ്റർസെക്ഷൻ S2 സബ്സെറ്റ് ഓഫ് സ്പാൻ S1. ഇനി അതേമാതിരി തന്നെ ഈ S1 ഇൻ്റർസെക്ഷൻ S2 S2ൻ്റെ സബ്സെറ്റാണ്. ഇനി അവിടെയും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും കിട്ടും. ഇനി ഈ രണ്ട് റിസൾട്ട് കൂടി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സ്പാൻ S1ലും ഉണ്ട്, സ്പാൻ S2ലും ഉണ്ട്, രണ്ടിലും ഉണ്ട്. സോ ഇത് രണ്ടും കൂടി ഇംപ്ലൈസ് സ്പാൻ ഓഫ് S1 ഇൻ്റർസെക്ഷൻ S2 ഈസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ S1 ഇൻ്റർസെക്ഷൻ സ്പാൻ S2 അല്ലേ? കാരണം എന്താ, ഈ സ്പാന് ഇത് രണ്ടെണ്ണത്തിലുണ്ട്. അപ്പോൾ അതിന് ഇൻ്റർസെക്ഷനിലുണ്ടാവും. ക്ലിയർ ആണല്ലോ? നൈസ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തന്നെ ചെറിയൊരു ചർച്ചയും കൂടി ആവാം. ആ ചർച്ചയും കൂടി കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ നിർത്താം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ചത് എന്താണ്? ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ സബ്സെറ്റ് എന്ന് പറയുമ്പം വേണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആവാം, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലും ആവാമല്ലോ. അപ്പോൾ നമുക്കതിന് രണ്ടൊരു എക്സാമ്പിൾ കിട്ടണം. ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിന് ഒരു പ്രോപ്പർ സബ്സെറ്റ് ആവുന്ന എക്സാമ്പിൾ കിട്ടണം, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിനോട് ഈക്വൽ ആവുന്ന ഒരു എക്സാമ്പിൾ കിട്ടണം. ആ രണ്ട് എക്സാമ്പിൾ കൂടി കിട്ടിയാൽ നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇവിടെ വെക്ടർ സ്പേസ് ആയിട്ട് R2 എടുത്തു. R2ലെ രണ്ട് സെറ്റുകൾ എടുത്തു, S1 S2. S1 എന്ന് പറഞ്ഞാൽ 1 0 അല്ലേ? X-ലെ 1 0 മാത്രം, ആ സിംഗിൾട്ടൺ സെറ്റ്. S2 എന്ന് പറഞ്ഞാൽ ഈ 0 1 മാത്രമുള്ള ആ സിംഗിൾട്ടൺ സെറ്റ് എടുത്തു. നമുക്ക് ഈ റിസൾട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാദ്യം S1 ഇൻ്റർസെക്ഷൻ S2 വേണ്ടേ? S1 ഇൻ്റർസെക്ഷൻ S2 പറഞ്ഞാൽ അത് രണ്ടിനും കോമൺ ആയിട്ട് ആരോ ഉണ്ടോ? അല്ല, അത് എം ടി സെറ്റാണ് അപ്പോൾ അല്ലേ? അപ്പോൾ ഇനി റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. സ്പാൻ ഓഫ് S1 ഇൻ്റർസെക്ഷൻ S2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എം ടി സെറ്റിൻ്റെ സ്പാനാണ്. എം ടി സെറ്റിൻ്റെ സ്പാൻ എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തത്? 0 സ്പേസ് ആണ്. 0 സ്പേസ് എന്ന് പറയുമ്പം നമ്മൾ R2ലെ 0 സ്പേസ് പറയുമ്പോൾ ഏതാ വരിക? ഒറിജിൻ 0 0 അല്ലേ? ഇത് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ 0 0 ആണ് വരുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കാം. റൈറ്റ് സൈഡ് പറയുമ്പോൾ സ്പാൻ S1 വേണം. സ്പാൻ S1 എന്ന് പറയുമ്പം ഈ 1 0ൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും അല്ലേ? അതായത് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്കാലർ എന്താണ്? റിയൽ നമ്പർ അല്ലേ? അപ്പം സെറ്റ് ഓഫ് ഓൾ x × 1 0 സച്ച് ദാറ്റ് x ബിലോങ്സ് ടു R. ഇങ്ങനെയല്ലേ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് വരിക അല്ലേ? അപ്പോൾ x × 1 0 എന്ന് പറഞ്ഞാൽ എന്താ വരും? സെറ്റ് ഓഫ് ഓൾ x0 സച്ച് ദാറ്റ് x ബിലോങ്സ് ടു R അല്ലേ? ഇതെന്താണ്? ആക്ച്വലി എക്സ് ആക്സിസ് ആണ്. ദിസ് ഇസ് എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിൽ പോയിൻറ്റ്സ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ x0 പറയുമ്പോൾ എക്സ് ആക്സിസ്. ഇത് ജിയോമെട്രിക്കലി ഇങ്ങനെ കാണാം. 1 0ൻ്റെ എല്ലാ സ്കാലാർ മൾട്ടിപ്പിളും അല്ലേ വരിക? 1 0ൻ്റെ പോസിറ്റീവ് മൾട്ടിപ്പിൾസൊക്കെ ഇവിടെ വരും. ഈ പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ടാക്കും. 1 0ൻ്റെ പോസിറ്റീവ് സ്കാലർ മൾട്ടിപ്പിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എക്സ് ആക്സിസ് കിട്ടും. ഇനി അതിൻ്റെ നെഗറ്റീവ് സ്കാലർ മൾട്ടിപ്പിൾസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എക്സ് ആക്സിസ് കിട്ടും. ഇനി അതിൻ്റെ 0നോട് മൾട്ടിപ്ലൈ നമുക്ക് ഈ ഒറിജിന് കിട്ടും. അങ്ങനെ
10ൻ്റെ എല്ലാ സ്കാലർ മൾട്ടിപ്പിൾ എടുക്കുമ്പോഴേക്കും നമുക്ക് എൻ്റയർ എക്സ് ആക്സിസ് കിട്ടും. അതാണ് ഈ പറഞ്ഞത്. ഇതേമാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റും സ്പാൻ S2 ഈസ് ഈക്വൽ ടു വൈ ആക്സിസ് എന്ന് കാണാൻ പറ്റും. സ്പാൻ S2 ഈസ് ഈക്വൽ ടു വൈ ആക്സിസ്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ കിട്ടണ്ടേ. അപ്പോൾ സ്പാൻ S1 ഇൻ്റർസെക്ഷൻ സ്പാൻ S2. ഈ സ്പാൻ S1 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ്, സ്പാൻ S2 എന്ന് പറയുമ്പോൾ വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കോമൺ ആയിട്ട് ആരാളുള്ളത്? ഈ ഒറിജിൻ 0 0 മാത്രമല്ല ഉള്ളത്. സോ എനിക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 0 0. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ സ്പാൻ ഓഫ് S1 ഇൻ്റർസെക്ഷൻ S2 കിട്ടിയത് തന്നെയാണ്. ഇത് അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡും കിട്ടിയത് 0 0 ആണ്, റൈറ്റ് സൈഡും കിട്ടിയത് 0 0 ആണ്. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുന്നൊരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു. ഇനി അങ്ങനെയല്ല, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആവുന്ന എക്സാമ്പിൾ വേണം അല്ലേ? അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇനി പ്രോപ്പർ സബ്സെറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ S1 അങ്ങനെ തന്നെ വെച്ചു, S2 മാറ്റി, S2 2 0, അതായത് ഈ പോയിൻ്റ് മാത്രം. ഇപ്പോൾ S1 എന്ന് പറയുമ്പം ഈ ഒരൊറ്റ പോയിൻ്റ് മാത്രം, S2 ഈ ഒരൊറ്റ പോയിൻ്റ് മാത്രം. ഓക്കെ. ഇനി ഇവിടെ ഈ S1ലും S2ലും കോമൺ ആയിട്ട് ആരുണ്ടോ? ഇല്ല. അപ്പോൾ S1 ഇൻ്റർസെക്ഷൻ S2 എന്ന് പറയുമ്പോൾ എംപ്റ്റി സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പാൻ 0 സ്പേസ് വരും അല്ലേ? നമ്മൾ R2ൽ 0 സ്പേസ് ആയ 0 0 വരും. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെ കണ്ടു. ഇനി റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിന് സ്പാൻ S1 വേണം. എന്താണ് സ്പാൻ S1 വരിക? സ്പാൻ S1 എന്ന് പറയുമ്പോൾ 10ൻ്റെ സ്പാൻ. ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്. ഇതിൻ്റെ എല്ലാ സ്കാലാർ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസ് കിട്ടും. ഇസ് ഈക്വൽ ടു എക്സ് ആക്സിസ്. ഇനി സ്പാൻ S2 എന്താ വരിക നോക്കൂ. സ്പാൻ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ എക്സ് ആക്സിലുള്ള ഈ പോയിൻ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്കാലർ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? എക്സ് ആക്സിസ് തന്നെ കിട്ടുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ ഇതും എക്സ് ആക്സിസ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്താ കിട്ടും? എന്ത് കിട്ടും? സ്പാൻ S1 ഇൻ്റർസെക്ഷൻ സ്പാൻ S2 അല്ലേ? രണ്ടും എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ അപ്പോൾ എന്ത് വരും? എക്സ് ആക്സിസ് തന്നെ വരും. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് വന്നത് 0 സ്പേസ് ആണ്, റൈറ്റ് സൈഡ് വന്നത് എക്സ് ആക്സിസുമാണ്. അപ്പോൾ എന്തായി? ഈ ലെഫ്റ്റ് സൈഡ് 0 സ്പേസ് എന്ന് പറയുമ്പം എക്സ് ആക്സിസിന് ഒരു പ്രോപ്പർ സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിന് ഒരു പ്രോപ്പർ സബ്സെറ്റ് ആവുന്ന എക്സാമ്പിളുമായി. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.